ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് FC ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 40-ാം മിനിറ്റിൽ ബോറിസ് സിംഗിലൂടെയാണ് FC ഗോവ ലീഡെടുത്തതും ആ ഗോളിലൂടെ വിജയിച്ചു കയറിയതും. നമ്മളൊക്കെ മത്സരം കണ്ടതാണ്. സച്ചിൻ സുരേഷിന്റെ ഒരു സില്ലി മിസ്റ്റേക്ക് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ വളരെ നിരാശ നൽകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബോർസിംഗിന്റെ ആ ഒരു ഷോട്ട് ശരിക്കും ഈ ഒരു ഗോൾ കീപ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിൽ കയ്യിലൊതുക്കാവുന്ന ഒരു ബോളായിരുന്നു. ശരിക്കും സച്ചിൻ സുരേഷിനെ പോലെ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറിൽ നിന്നും ഈ ഒരു പ്രകടനമൊന്നുമല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് എല്ലാ സീസണിലും അവർക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നത് റഫറിങ്ങിലെ ചില പിഴവുകളായിരുന്നു. ഡിഫൻസിലും ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ ശരിക്കും റഫറിങ്ങും കൂടാതെ ഗോൾ കീപ്പർമാരുമാണ് സോമകുമാറും സച്ചിൻ സുരേഷും ഇതുപോലെ അനാവശ്യമായ വാങ്ങിയ ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും പരാജയത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. ഷാരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിലവിലെ വെല്ലുവിളി തന്നെയാണ് ഒരു മികച്ച ഗോൾ കീപ്പർ, ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ഇല്ല എന്നതാണ്. എന്തായാലും കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ സച്ചിൻ സുരേഷ് എന്ന ഗോൾ കീപ്പറുടെ ഒരു തുറന്ന മിസ്റ്റേക്കിൽ നിന്നാണ് FC ഗോവ നിർണായകമായ 3 പോയിന്റ് കൊച്ചിയിൽ നിന്നും അവർ നേടുമ്പോൾ ശരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരൊക്കെ നിരാശരാണ്. എന്തായാലും കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏകപക്ഷീയമായ ഒരു ഗോളിന് FC ഗോവ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മത്സരത്തിൽ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു FC ഗോവയുടെ വിജയം.